ശൂന്യമായ പടക് ഒറ്റ നിമിഷം കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം പറയുന്നത് നിൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായാൽ. മൂടിമന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ സൂപ്പർ നാച്ചുറൽ മീൻപിടുത്തം നമുക്ക് കാണാം. ആമേൻ. 5-ാം അധ്യായം ആരംഭിക്കുന്ന ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുകയാണ്, പത്രോസ് നിൽക്കുകയാണ്, ഒരു കൂട്ടം പുരുഷാരം നിൽക്കുകയാണ്. അത് കണ്ടോണ്ടാ അല്ലേ? പുരുഷാരത്തിൻ്റെ ആഗ്രഹം വചനം കേൾക്കണം, പത്രോസിൻ്റെ ആഗ്രഹം വീട്ടിൽ പോകണം, യേശുവിൻ്റെ ആഗ്രഹം പുരുഷാരത്തെയും സന്തോഷിപ്പിക്കണം, പത്രോസിനെയും സന്തോഷിപ്പിക്കണം. പക്ഷേ പത്രോസ് അവിടെ വെയിറ്റ് ചെയ്തു. അവനും ആ വചനത്തിലോട്ടും കയറി. അവൻ്റെ മനോഭാവം വീട്ടിൽ പോകണമെന്നുള്ള മനോഭാവം മാറ്റിയിട്ട് വചനം കേൾക്കാനായിട്ട് അവനും തയ്യാറായി. യഥാർത്ഥത്തിൽ അന്നേരം അവൻ ശിഷ്യനായിട്ടില്ല, അതിന് മുമ്പുള്ള കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് പത്രോസിനെ ആദ്യം നമ്മൾ കാണുന്നത്. അന്ത്രയോസാണ് യേശുവിനെ ആദ്യം കണ്ടത്. ഞാൻ മശിയായെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് പത്രോസിൻ്റെ അടുത്ത് പറയുമ്പോൾ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വന്ന് കാണുക. വന്ന് കണ്ടപ്പോൾ, നിൻ്റെ പേര് ശീമോനെന്നാ, നീ പക്ഷേ പത്രോസായി മാറുമെന്ന് കർത്താവ് ഒറ്റ പ്രവചനം പറയുകയായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ മീൻ പിടിക്കാനൊക്കെ അങ്ങ് പോയി. ആ മീൻ പിടിക്കാൻ പോയപ്പോൾ കർത്താവ് അവനെ തേടി വരികയാണ്. 2 വട്ടം കർത്താവ് പത്രോസിനെ തേടി വന്നു. 2 വട്ടം മീൻപിടുത്തത്തിൻ്റെ വിഷയത്തിലാണ്. ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു ഭാഗം നമുക്ക് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ഇത് ആദ്യത്തെ മീൻപിടുത്തമാണ്. പടക് ശൂന്യം, പേഴ്സ് ശൂന്യം, വല ശൂന്യം, മനസ്സ് ശൂന്യം. രാത്രി മുഴുവൻ അധ്വാനം ഉണ്ടായിരുന്നു, സമയനഷ്ടം, ആരോഗ്യനഷ്ടം, മാനസികമായിട്ടൊരു ടെൻഷൻ വന്ന്. കണ്ടോ? നമ്മളെ ദൈവമാക്കുന്ന പർപ്പസിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നമ്മളോട് ബന്ധത്തിലുണ്ട്, അതിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ എല്ലാ മേഖലയിലെ ശൂന്യതകളുണ്ടാകും, പലതും താളം തെറ്റും. നിങ്ങളീ പലരും അനുഭവിക്കുന്ന പല വിഷയത്തിൻ്റെയും കാര്യകാരണം തിരഞ്ഞു ചെന്നാൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് നിങ്ങൾ അകന്നിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ അകന്നിരുന്നാലുണ്ടല്ലോ, ഭയങ്കര ഭവിഷ്യത്വം, നമുക്ക് തന്നെ വീർപ്പ് മുട്ടും, നമ്മളൊക്കെ തന്നെ ഇറിറ്റേഷൻ തോന്നും, നമുക്ക് തന്നെ പ്രയാസം തോന്നും. അങ്ങനെ ആകരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ആകരുത്. പടവ് കൊടുത്തു ആദ്യം, സമയം കൊടുത്തു, രണ്ടാമത് സംസാരിച്ച് തീരുന്നവരെ അവൻ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ കർത്താവ് അവനോട് പറയാം, അവൻ ചോദിക്കാതെ പറയാം, ആഴത്തിലോട്ട് നീക്കി മീൻപിടുത്ത വലയിറക്കാൻ. ആഴത്തിലോട്ട് നീക്കി മീൻ വേണ്ടോ? പത്രോസ് പറഞ്ഞു യേശുവിനോട്, എൻ്റെ വടക് ശൂന്യ കർത്താവിന്, എൻ്റെ വല ശൂന്യ കർത്താവിൻ്റെ മനസ്സ് ശൂന്യ. പറഞ്ഞോ? ഇല്ല. കർത്താവിനറിയാം നിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന്. ആഴത്തിലോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവൻ വണ്ടടിച്ചിട്ട് അങ്ങ് ചെയ്യുമല്ലോ ചെയ്യണ്ടേ. ഉടനെ അടുത്ത വാക്ക് പറയാം, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു കൊണ്ടത്. അത് നീ രാത്രിയല്ല പകൽ അധ്വാനിച്ചാലും നിനക്ക് കിട്ടത്തില്ല. കാരണം നിന്നെക്കുറിച്ചുള്ള പദ്ധതിയിലോട്ട് നീ കയറാൻ പോവുക. എങ്കിലും അടുത്ത പദം പറയും, അനുസരിക്കാൻ ഞാൻ റെഡിയാ. ഈ വചനമൊക്കെ അങ്ങേ അനുസരിക്കുന്നതിന് എന്നെ പര്യാപ്തമാക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അനുസരിക്കാൻ എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം പറഞ്ഞിട്ട് അങ്ങ് പോവല്ല. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നേരത്തെ പത്രോസ് വലയിറക്കി അതേ ഭാഗത്ത് തന്നെയല്ലേ ഇപ്പോഴും ഇറക്കുന്നത്? അനുസരിക്കുന്നത് നിമിത്തമുള്ള ഒരു അനുഗ്രഹമുണ്ട്. നേരത്തെ നീ ചെയ്ത കാര്യം തന്നെ ആയിരിക്കും കർത്താവ് ഇപ്പം നിന്നോട് ചെയ്യാൻ പറയുന്നത്, പക്ഷെ ഇത് കർത്താവ് പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളോട് എന്തോ പറയുന്നു, അത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായാലും ശരി, ചെയ്തിട്ടുള്ള കാര്യമായാലും ശരി, ദൈവം പറഞ്ഞതാണോ ചെയ്താൽ അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും, ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ അതാത് ദിവസത്തിലെ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചെന്ന് വായിക്കുന്നു. 2 പടക് മുങ്ങുമാറാകത്തക്ക വിധത്തിൽ ആ ശൂന്യതയിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ പേരാ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. നിങ്ങളുടെ ലൈഫിനകത്ത് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ വേണോ? 2-3 കാര്യങ്ങൾ ചെയ്യണം. 1, കർത്താവിനായിട്ട് സമയം വിട്ടുകൊടുക്കണം. 2, പടക് വിട്ടുകൊടുക്കണം. 3, അനുസരിക്കാൻ തയ്യാറാകണം. 4, ചെയ്യണം. 5, അനുഗ്രഹങ്ങളെ സ്വീകരിക്കണം. അവസാനം പത്രോസ് ചെയ്താണ്ടോ, സകലതും വിട്ടവനെ അനുഗമിച്ചു. പടകന്തിയെ വലയന്തിയെ മീനന്തിയെ
കൊണ്ടുപോയി. സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുക. ഇതാ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നീ വലുതെന്ന് പറയുന്ന സകലതും കർത്താവിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ഏറ്റവും വലിയതായ കർത്താവിനെ ഫോളോ ചെയ്യുക, അനുസരിക്കുക. അതിനായിട്ട് കർത്തൃകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വ്യക്തമായ ദേശത്ത് എത്ര ക്ലിയറാ, എത്ര ആഴമേറിയതാ. 1000 പേർക്ക് പ്രയോജനമാകുന്നതാണല്ലോ ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്. കർത്താവെ, അനുഗ്രഹിക്കണമേ, എല്ലാവരും സഹായിക്കണമേ, മാനിക്കണേ, വഴി നടത്തി സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.